ഹലോ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടില് സർപ്രൈസ് ആയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവരാർക്കും അറിയത്തില്ല ഞാൻ നാട്ടിലോട്ട് വരുന്നതെന്ന്. എനിക്കും മേഘയ്ക്കും മാത്രം അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനും അറിയാം. അപ്പോൾ ഈ വർഷത്തെ ഹോളിഡേ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് UK എവിടെയെങ്കിലും സ്റ്റേക്കേഷൻ എടുത്ത് പോകാമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ആ സമയത്താണ് നമുക്ക് ജോലി കിട്ടി ഇങ്ങനെ ദുബായിലോട്ട് പോവേണ്ടിയും അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടും ബർത്ത്ഡേ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ എത്തിയില്ല എങ്കിൽ പിന്നെന്താണ് കാര്യം? അതുകൊണ്ട് ദുബായിലോട്ട് പോകുന്ന വഴി നാട്ടിലൊന്ന് ടച്ച് ചെയ്തിട്ട് പോകാം എന്നൊരു പ്ലാനിൽ എത്തുകയും അതിന്ന് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറും. 23-ാം തീയതി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം കുറച്ച് വർഷമായിട്ട് ഞാൻ UK എനിക്ക് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അത് ഇത്തവണ ആ ഒരു കുറവ് നികത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ സമയം 9:30. 10:45 ബസ് എയർപോർട്ടിലോട്ട്. 10:45 ബസ്. ഞാൻ അവിടെ എന്തായാലും 3 മണിക്ക് മുന്നേ എത്തും. 8:30 ഫ്ലൈറ്റ്. പക്ഷേ കഴിഞ്ഞ ഒരു അനുഭവം വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഫ്ലാഷ് ബാക്ക്. സംഭവം ഫ്ലൈറ്റ് മിസ്സായി. ഞാൻ താമസിച്ച് പോയി. ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീ ബുക്ക് ചെയ്യുന്ന കാര്യം കുറച്ച് കഷ്ടമായിരിക്കുമെന്ന് ഞാൻ സ്വയമേ കരുതുന്നു. എനിക്ക് വയ്യ, നേരത്തെ പോലെ ഒരു സംഭവം എടുക്കാൻ വയ്യ. അതുകൊണ്ട് അപ്പോൾ നമുക്കിനി നേരെ എയർപോർട്ടിൽ പോയി നാട്ടിൽ ചെന്ന് ഞാൻ വരത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ എത്തത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലെത്തി അവരെ ഞെട്ടിക്കണം. അപ്പോൾ അതാണ് ഈ വീഡിയോയിലെ കണ്ടന്റ്. ഓക്കെ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു സർജറിയും കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അമ്മയൊന്നും ഒരിക്കലും വിചാരിക്കത്തില്ല ഞാൻ എത്തുന്നു. അമ്മ ഇപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടാറുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവൻ്റെ കൊടുത്തു വിടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്താലും മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര അഭിനയിച്ചങ്ങ് നിൽക്കുകയാണ്. 2 ദിവസത്തേക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. ശരിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒന്നുമില്ല, ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വിശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇത് കുളമാവോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് കുളമാവണമെങ്കിൽ ഇതെൻ്റെ അനിയത്തി അറിയണമായിരുന്നു. അവൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കുളമാവാതിരിക്കാനാണ് ചാൻസ്. എന്തായാലും നോക്കാം സർപ്രൈസ് ആവോ ഇല്ലേ എന്ന്. പോകുന്നത് എയർ ഇന്ത്യയിലാണ്, മീൻസ് വിസ്താരയിലാണ്, ഓപ്പറേറ്റഡ് ബൈ എയർ ഇന്ത്യ. ബാക്കി ഞാൻ എൻ്റെ ജേണി കാണിച്ചു തരാം, എന്നിട്ട് അവർ സർപ്രൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ. ഈ കാണുന്ന ബസ്സിലാണ് ഞാൻ എയർപോർട്ട് വരെ പോകുന്നത്. ഇവിടെ നിന്നൊരു 4 മണിക്കൂറുകൊണ്ട് എയർപോർട്ട് വരെ പോയി. പിന്നെ നല്ല ചൂടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചൂട് കാരണം ഞാൻ ആ ഹുഡിയെല്ലാം മാറ്റി ഒരു ഷർട്ട് എടുത്തിട്ട് അങ്ങനെ എയർപോർട്ട് എത്തി. ഒരുപാട് നേരത്തെയാണ് എത്തിയത്. ഫ്ലൈറ്റ് മിസ്സാവാതിരിക്കാനെന്ന് പറഞ്ഞ് നല്ല നേരത്തെ വന്ന് കളഞ്ഞു. പിന്നെ വെളിയിൽ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പയ്യെ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ അകത്ത് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ടെർമിനൽ 2 തൊട്ട് വെളിയിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ടേക്ക് ഓഫ് നല്ല അടുത്ത് കാണാൻ പറ്റും. അതെല്ലാം കണ്ട് കുറച്ച് കഴിഞ്ഞ് സമയം കളഞ്ഞപ്പം എൻ്റെ ചെക്കിൻ ടൈമായി. അങ്ങനെ ഞാൻ നേരെ ചെക്കിനെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറിയിട്ട് ഞാൻ തപ്പിയത് വേറെ ഒന്നുമല്ല, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തന്നെയായിരുന്നു. കാരണം നാട്ടിൽ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിക്കേണ്ട സാധനം. അതുകൊണ്ട് എനിക്ക് നടന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. നമ്മൾ ഹീത്രോയിൽ നിന്നോ സ്റ്റാൻഡ്സ്റ്റിൽ നിന്നോ ഏത് എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഹീത്രോ റിവാർഡ്സ് ആപ്പ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ആ ആപ്പിൽ കയറി നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതിനെക്കാട്ടിലും ഒരു 10% ഡിസ്കൗണ്ടിൽ കിട്ടും. കൂടാതെ അതിൽ നമുക്ക് പോയിൻറ്റ്സും ക്ലെയിം ചെയ്യാൻ പറ്റും. ആ പോയിൻറ്റ്സ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് റിഡീമും ചെയ്യാൻ പറ്റും. അതിപ്പോൾ എയർപോർട്ട് പാർക്കിങ്ങിൽ വരെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു JDയുടെ ട്വിൻ പാക്കാണ്. അത് ഓൾറെഡി ഓർഡർ ചെയ്തത് അകത്തുള്ളതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഒന്ന് കൗണ്ടറിൽ പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ഫ്ലൈറ്റ് കയറി. എയർ ഇന്ത്യ പ്രതീക്ഷിച്ച് പോയ എനിക്ക് എമിറേറ്റ്സ് കിട്ടിയതിൻ്റെ ഒരു ഫീലായിരുന്നു ആ ഫ്ലൈറ്റ് കയറിയപ്പം. അത്രയ്ക്ക് അടിപൊളി ഫ്ലൈറ്റായിരുന്നു. പിന്നെ ഫുഡ് കിട്ടിയപ്പോഴാണ് എയർ ഇന്ത്യയുടെ സർവീസാണെന്ന് നല്ല രീതിക്ക് ബോധ്യമായത്. അത്രയ്ക്ക് അടിപൊളി ഫുഡൊന്നും അല്ലായിരുന്നു. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തത് കൊണ്ട് അങ്ങ് കഴിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ആവാറായി. എയർ ഇന്ത്യയുടെ തനി കോണ മനസ്സിലായ ആ സമയത്താണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂറിന് മേലെ ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത് പോകാനുള്ളതാണ്. നമ്മളെ ഭാരതത്തിൽ ലാൻഡായ സ്ഥിതിക്ക് നമ്മളാണെങ്കിൽ ബാഗേജ് എല്ലാം റീചെക്ക് ചെയ്ത് വീണ്ടും സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് കയറണ്ടേ. ഈ ബാഗേജ് വരാനും
എല്ലാം കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റിലോട്ട് ഓടി എത്താനായിട്ട് ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ് എല്ലാ സംഭവം കഴിഞ്ഞത്. അതിനുള്ള ഒരു രീതിയിലുള്ള ഹെൽപ്പും എനിക്ക് എയർലൈൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായതേ ഇല്ല. അവർ ജസ്റ്റ് എന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ കയറ്റി വിട്ടിട്ടുണ്ട് പറഞ്ഞ് ഓടി വേഗം കയറ്റി ചെന്നാൽ ഫ്ലൈറ്റ് കിട്ടുമെന്ന്. അത്യാവശ്യം മിനിമം ഒരു കസ്റ്റമർ സർവീസ് അങ്ങനെ കൊടുക്കുന്ന രീതിയിലോട്ട് എയർ ഇന്ത്യ എന്നെത്തുന്നു, അന്നെങ്കിൽ ഈ ഒരു എയർലൈൻസിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുന്നത്. എന്തായാലും പോട്ട്, സർപ്രൈസ് കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമായിപ്പോയി. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഏക ആശ്വാസം, ഞാനിരിക്കുന്ന ആ റോയിൽ എനിക്ക് മാത്രമേ സീറ്റുള്ളൂ, വേറെ ആരുമില്ല. ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് എംറ്റി ആയിരുന്നു, അത്രയ്ക്കും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഫ്ലൈറ്റിൽ നാട്ടിലോട്ട് പോകാനായിട്ട്. എൻ്റെ പൊന്നു ഗൈസ്, ലാൻഡ് സമയത്ത് ഞാൻ കണ്ട ഏറ്റവും അടിപൊളി കാഴ്ചയാണിത്. നമ്മളെ വിഴിഞ്ഞം പോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല അത് ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ നേരത്ത്. അടിപൊളി വ്യൂ തന്നെയായിരുന്നു. നമ്മൾ നാട്ടിൽ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീല് തന്നെയാണ്. സമയത്ത് എത്തിച്ചില്ല എന്നൊരു കുറവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ പറയത്തക്ക കുറവുകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്തിനായാലും ലാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ എയർ ഇന്ത്യയുടെ ടാറ്റയും പറഞ്ഞ് ഞാൻ എയർപോർട്ട് വിടുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ലാൻഡ് ആയിട്ടുണ്ട്. എന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് കിച്ചുവും രജനുമാണ്. യവമാരക്ക് എന്റെ പ്ലാൻ അറിയാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛന് കുപ്പി, രജനി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച യു കെ വന്നായിരുന്നു. അപ്പൊ എവന്റെ ഞാൻ അച്ഛനെ കൊടുക്കാൻ കുപ്പി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ട് അവൻ ഇന്ന് ചെല്ലുന്നെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കുപ്പിയും കൊണ്ട് ചെല്ലുന്നു, ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവ അവിടെ വീഡിയോ ഓണാക്കി സെറ്റാക്കി വെച്ചേക്കാം അവന്റെ ഫോണിൽ. അപ്പൊ ഞാൻ നൈസായിട്ട് ചെന്ന് കയറുമ്പോൾ അവരുടെ റിയാക്ഷൻ ആണ് കാണിക്കാൻ പോണത്. ഓക്കെ, അച്ഛന്റെ റിയാക്ഷൻ നമുക്ക് അറിയണം, അതാണ് വേണ്ടത്. ഓക്കെ രജിൻ, ലാസ്റ്റ് ഒരു ഹായ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഭയങ്കര ഇരുട്ടാണ്. അവന്മാർ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പയ്യെ ഇറങ്ങി വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇത് നിന്റെ വീടായിരുന്നോടാ മാസികർ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? പൊന്നോ, ഒടുക്കത്ത അഭിനയം. നിങ്ങളാണെന്ന് വിചാരിച്ചില്ല, എന്റെ ചേട്ടനെന്നാണ് വിചാരിച്ച. ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞാൽ ഇതിൽ വിളിച്ചത്. അപ്പോഴത്തേക്ക് അയ്യോ ഇതാ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. നാട്ടിലെത്തി. അത് ശരി, അതെന്തായാലും അപ്പൊ അച്ഛൻ തുടങ്ങിയതൊക്കെ. ഹലോ, എവിടാണോ നീ? നാണ് കേരളത്തിന്ന് വന്നത്, വെളിനാട്ടിന്ന് വന്നത്. നാണ് റോമിങ്. എന്തോന്നാ ഇത്? ഹായ് മാൻ, എപ്പോ വന്ന്? ഇപ്പൊ നമ്മളറിഞ്ഞില്ല, നമ്മൾ അന്തം വിട്ടു. അങ്ങോട്ട് വരാം. അങ്ങനെ ഗൈസ്, സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും ചെടിച്ചുണ്ട്. അത് ഞെട്ടാത്ത ആൾക്കാരെ, മീൻസ് കൈ കിട്ടാത്ത ആൾക്കാരെ ഫോൺ വിളിച്ച് വരെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും ആരും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ആരും ഞാൻ നാട്ടിൽ ഇപ്പം വരുമെന്ന് പ്രതീക്ഷിച്ചല്ലായിരുന്നു. അപ്പം നല്ലൊരു ഫീലായിരുന്നു, അതൊരു പ്രത്യേകതരം ഫീലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ സർപ്രൈസ് ചെയ്യുന്നതല്ല, വേറെ പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.